ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉമ്മാൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇന്നിവിടെ രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചതിന് ശേഷം അങ്ങനെ ഞാൻ റൂമിൽ വന്ന് കർട്ടനും ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഞാൻ നേരെ കിച്ചണിൽ പോയി. പിന്നെ ഞാൻ കിച്ചണിൽ പോയിട്ട് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി അത് കുടിച്ച് പിന്നെ കുറച്ച് നേരം പപ്പനോടും പിന്നെ മമ്മൻ്റെ ഉമ്മ ഉണ്ട് അവരോടൊക്കെ സംസാരിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്നത്തെ കാലത്തൊക്കെ ഒരു SLCക്കൊക്കെ പഠിക്കുക ഭയങ്കര പഠിപ്പാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ കിച്ചണിൽ പോയി. അപ്പം അമ്മ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. അപ്പം നല്ല ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നല്ല ചൂടുള്ള നെയ്ച്ചോറും, പിന്നെ മമ്മൻ്റെ ഒരു അടിപൊളി മാസ്റ്റർ പീസ് ആയിട്ടുള്ള ബ്രോസ്റ്റ്. നല്ല ടേസ്റ്റാണ് മമ്മൻ്റെ ബ്രോസ്റ്റ് കഴിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു പുഡിങ് ഭയങ്കര ടേസ്റ്റുള്ളൊരു പുഡിങ് ആയിരുന്നു കേട്ടോ. അത് ജസ്റ്റ് മറ്റേ ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് ബട്ടറിലിട്ടിട്ടൊന്ന് അടിക്കുക. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും പിന്നെ ചീസാട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ആ ചീസിൻ്റെ ആ ഒരു ഉപ്പിൻ്റെ ഫ്ലേവറും പിന്നെ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു മധുരമൊക്കെ കൂടി നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ് ചെയ്യണം. പിന്നെ ആ മിക്സ് എടുത്തിട്ട് നമ്മൾ നേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോഴത്തേനും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തു, കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു അടിപൊളി പുഡിങ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ ഒന്ന് കുളിക്കാനൊക്കെ വേണ്ടി പോയി. അപ്പോഴത്തേനും പിന്നെ ഒരു വൈകുന്നേരമായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ ഈ ചായയിൽ പൊരി ഇട്ടിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ പിന്നെ മമ്മ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കിങ്ങിലായിരുന്നു. അപ്പോഴത്തേനും പിന്നെ രാത്രിയായി. അപ്പോൾ പിന്നെ പപ്പ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം പപ്പനോടൊക്കെ വർത്താനം പറഞ്ഞ് പപ്പൻ്റെ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഏതാ നല്ല അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പടക്കളം സിനിമ ഇട്ട് അത് കണ്ടു. പിന്നെ അപ്പോഴത്തേനും പിന്നെ ഡിന്നർ റെഡിയായി. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോ.